ഡ്രൈനേജ് നിർമ്മാണം കുട്ടാട് വെള്ളത്തിനടിയിലാക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. പൊന്നാനി നഗരസഭയിലെ 5 വാർഡുകളിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിവിടുന്നത് കുട്ടാട് പാടശേഖരത്തിലേക്ക്. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് പുതിയതായി നിർമ്മിക്കുന്ന 3 ഡ്രൈനേജുകൾ കുട്ടാട് പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. നിലവിൽ 5 മുതൽ 9 വരെയുള്ള നഗരസഭയിലെ വാർഡുകളിലെ മഴവെള്ളം കുട്ടാട് പാടത്ത് നിന്ന് 5 കണ്ണി പാലത്തിനടിയിലൂടെ പുതിയ ദേശീയപാതയ്ക്ക് കുറുകെ നീലംതോടിലാണ് എത്തിച്ചേരുന്നത്. പാടത്തുനിന്നും വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാതെ മുഴുവൻ വീടുകളിലും വെള്ളം കയറുകയും നിരവധി ആളുകൾ ബന്ധുവീടുകളിൽ താമസമാകുകയും ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഏകദേശം ഒരു 3 ആഴ്ച മുന്നേ ഒരു 3 പുതിയ കാനകൾ കുട്ടാട് പാടത്തേക്ക് മഴവെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപത്തിൽ പണി ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. കണ്ടകുമ്പക്കാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ITC റോഡിലേക്കും അംസഹാജി റോഡിൽ നിന്നും അതുപോലെ തന്നെ ദേവക്ഷേത്രം റോഡിൽ നിന്നും 3 പുതിയ കാനകളാണ് നിർമ്മിച്ചിട്ട് അതിലത്തെ മഴവെള്ളം വരുന്നത് കുട്ടാട് പാടത്തേക്കാണ്. ദേശീയപാതയിലെ ഡ്രൈനേജുകൾ മൂടിപ്പോവുകയും ദേശീയപാത ഉയരത്തിലാവുകയും ചെയ്യുന്നതോടുകൂടി വെള്ളം ഒഴിഞ്ഞു പോകാതെ 5 വാർഡുകളിലെയും ജനങ്ങൾ ദുരിതത്തിലാകും. ഇപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന കണ്ടകുറുമ്പക്കാവിന് മുൻവശത്തെയും ഹംസഹാജി റോഡിലെയും തേവർ ക്ഷേത്രം റോഡിലെയും ഡ്രൈനേജുകളിലെ മഴവെള്ളം കുട്ടാപ്പാടത്ത് എത്തുന്നതോടുകൂടി കുട്ടാട് പ്രദേശത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറും. ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഡ്രൈനേജുകൾ ചമ്രവട്ടം ജംഗ്ഷനിലെ ഡ്രൈനേജിലേക്കോ ITC റോഡ് വഴി ഭാരതപ്പുഴയിലേക്കോ യോജിപ്പിക്കുന്നതിന് പൊന്നാനി നഗരസഭയും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, ഒരു ഭാഗത്ത് വയൽ വ്യാപകമായി നികത്തുന്നുമുണ്ട്. വാർഡ് കൗൺസിലറുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗത്തുവരെ വയൽ നികത്തി കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല. നിർമ്മാണം നിർത്തിവെക്കുന്നതിന് പേരിനൊരു നോട്ടീസ് നൽകിയാൽ നടപടി അവസാനിച്ചുവെന്ന മട്ടിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ. നോട്ടീസ് ലഭിച്ചിട്ടും പലരും നിർമ്മാണം തുടരുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഡ്രൈനേജ് നിർമ്മിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ പോവുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഭാരതപ്പുഴയിലേക്ക് മഴവെള്ളം ഒഴുക്കിവിടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. NCV ന്യൂസ്, പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.